നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചോദിക്കാതെയും പറയാതെയും ഇറങ്ങി പോകുന്നവരുടെ പിന്നാലെ ചൂട്ടുകറ്റയും വീശി പോകലല്ല നമ്മുടെ ജോലിയെന്ന് പറഞ്ഞു കൊടുക്കണം മണിച്ചാ. അത് പിന്നെ അതിനെന്തിനാടാ മണിച്ചന്റെ നാവ് നീ കടം ചോദിക്കുന്നത്? നീ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞാ മതിയല്ലോ. അതിനെനിക്ക് മടിയൊന്നുമില്ല. ജന്മം നൽകിയ സ്ത്രീയാണല്ലോ എന്ന പരിഗണനയാണെന്ന് കരുതിയാ മതി. ഓ സന്തോഷം. ഞാൻ നിന്നെ പ്രസവിച്ചാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ. മഹാഭാഗ്യം. പണ്ടൊക്കെ ചില നേരത്തെ നിന്റെ പ്രവൃത്തികൾ കണ്ട തനിയെ മുട്ട വിരിഞ്ഞുണ്ടായതാണെന്നാ തോന്നിയിരുന്നെ. ഓ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ അല്ലാന്ന് മനസ്സിലായല്ലോ. അല്ല, നീ എന്താടാ കൂടെ വന്നത്? മേലാൽ എന്റെ കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ. സാറേ, അത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ വേലയനെ. മക്കളെ തിരിഞ്ഞു നോക്കാത്തടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനെങ്കിലും ഒരു കൂട്ട് വേണ്ടേ? വഴിയിൽ ഞാൻ കുഴഞ്ഞു വീണ എടുത്ത് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോവാനെങ്കിലും ആരോഗ്യമുള്ള ഒരുത്തനെങ്കിലും കൂടെ വേണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയടാ, എനിക്കറിയാം നിനക്കിപ്പോ ഈ അമ്മ വേണ്ടാന്നു. ഞാൻ പറഞ്ഞാൽ പണ്ട് അണുവിടം മാറാത്തവനായിരുന്നു നീ. പക്ഷേ ഇപ്പോ നിന്റെ തലയ്ക്കകത്തും മനസ്സിലും ആ നശിച്ചവള് മാത്രം ഉള്ളത്. ആ രാധ മാത്രം. അവളുടെ പുറകെ നടന്ന് നീ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്നാ ഞാനതങ്ങ് സഹിച്ചു. ഏതായാലും തിരിച്ചു വന്നതിലും കണ്ടതിലും സന്തോഷം. ഇനി വേഗം വന്ന വഴിക്ക് വണ്ടി തിരിച്ചുവിടാനായിട്ട് നോക്ക്. പെട്ടെന്നായിക്കോട്ടെ. അങ്ങനെ സുഖവിവരം അന്വേഷിച്ച് തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ. പിന്നെ ഇവിടെ കയറി കൂടിയിരിക്കാനാണോ ഭാവം? അങ്ങനെ തന്നെയാ. സ്വന്തം വീടുള്ളപ്പോ ഞാനെന്തിനാ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? ഞാൻ ഇന്നു മുതൽ വീണ്ടും ഇവിടെ തന്നെ കാണും. അത് തീർച്ചയാ. അമ്മയെ ഒഴിവാക്കി ആരും ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ടെന്നും എന്തും ചെയ്തു കൂട്ടാന്ന് വിചാരിക്കണ്ടെന്നും ചുരുക്കം. ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട. ഒഴിവാക്കണമെന്നും മേഘൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിരിക്കും. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എനിക്കെന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോവും ഞാൻ. എന്നെ നിയന്ത്രിക്കാനോ എനിക്കും രാധയ്ക്കും ഇടയിൽ കയറി നിൽക്കാനോ വരില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പടി കയറി വരാം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്ര തന്നെ. നടക്കില്ല മേഘനാഥ, സമ്മതിക്കില്ല ഞാൻ. ഒരു പെണ്ണിന്റെ അടിമയായി ഭ്രാന്ത് പിടിച്ച് നടക്കാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെയായി ഈ മടങ്ങിവരവ്, രാധയെ ഇല്ലാതാക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.